അല്ലുലയിലെ കാഴ്ചകളും സൗന്ദര്യങ്ങളും അസ്തമിക്കുന്നില്ല. ഇപ്പം നമ്മൾ എവിടെയുള്ളതെന്ന് അറിയാലോ ഷമി. മറായ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. മിറർ, ലാർജസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ ഗ്ലാസ് പാനൽ വെച്ച് 9740 അല്ലേ, 9740 ഗ്ലാസ് പാനൽ വെച്ചുകൊണ്ട് ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്നുള്ളത്. മുഴുവൻ ഗ്ലാസ് ബിൽഡിംഗ് ആണ്. ഔട്ട്സൈഡ് നിന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഗ്ലാസ്സിലേക്ക് സൺഷൈൻ രാവിലെ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഈ ചുറ്റുമുള്ള ഈ റോക്ക് ആർട്സ്, വലിയ പാറക്കഷ്ണങ്ങൾ മുഴുവൻ അതിലിങ്ങനെ പ്രതിഫലിക്കുന്നു. നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സൗന്ദര്യമുള്ളതായിട്ട് കാണുന്ന എപ്പോഴാണ് രശ്മി? നമ്മുടെ പ്രതിബിംബം തന്നെ കാണുന്നതല്ലേ. സലൂണിൽ പോകുന്ന സമയത്തെ സലൂണിലെ ഗ്ലാസ്സിൽ നോക്കുമ്പോൾ കുറേ ഗ്ലാസ് അവിടെയും കുറേ ഗ്ലാസ് പിറകിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ഗ്ലാസ്സിലും നമ്മൾ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. എന്നിട്ട് സലൂണിൽ കട്ട് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴാണ് അറിയുക ഇത് സാധാരണയായിരുന്നു എന്നതുപോലെ ഇവിടുത്തെ ഈ ഗ്ലാസ് ബിൽഡിങ് കാണുമ്പോഴാണ് ആ ഒരു സൗന്ദര്യം മനസ്സിലാവുന്നത്. പിന്നെ ഈ അൽമറായിൽ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അല്ലൂലയിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലോ മറ്റോ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടുത്തെ മീറ്റിംഗ് ആൻഡ് എക്സിബിഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആർട്ട് എക്സിബിഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇവിടെ ഒരു കോൺഫറൻസ് റൂം ഉണ്ട്. ഈ അൽമറായ UAE മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അൽമറായ. അത് ഈ ഖത്തറും UAEയും സൗദി അറേബ്യയും ദുബായും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും എല്ലാം തമ്മിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പം അതെല്ലാം പരിഹരിച്ച് വീണ്ടും നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാമെന്ന് 2021 ഖത്തർ അമീറും അതുപോലെ തന്നെ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് തീരുമാനമെടുത്ത ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയായിട്ടുള്ളതും ഈ ഗ്ലാസ് ബിൽഡിങ്സ് ആയിരുന്നു. ഈ ആർട്ട് എക്സിബിഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓർമ്മിച്ചത്, കാരണം എപ്പോഴും ചിന്തിക്കുന്നത് സൗദി എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് എപ്പോഴും 2ാം സ്ഥാനം കൊടുക്കുക അങ്ങനെയാണല്ലോ. പക്ഷേ 1960 ഇവിടെ ലേഡീസിന്റെ എക്സിബിഷൻ, ആർട്ട് എക്സിബിഷൻ നടന്നിട്ടുണ്ട്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. അതെ അതെ അതെ. അങ്ങനെ നമുക്കറിയാത്ത കുറെ കഥകൾ, അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ വസ്തുതകൾ, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ പ്രതിബിംബങ്ങൾ അത് ചുറ്റും പ്രതിഫലിക്കുന്ന ഒരു മനോഹര ബിൽഡിംഗ് അൽമറായ. ആ അൽമറായയിലാണ് ഇന്നത്തെ രാത്രി ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. രാത്രി മാത്രമല്ല, രാവിലെ ഈ കാഴ്ചകൾ ഒന്നുകൂടി പകർത്താനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാഴ്ചകളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്വന്തം പ്രതിബിംബം നോക്കി ആസ്വദിക്കുകയാണ് ക്ലാസ്സിൽ നോക്കിയെന്ന് വിചാരിച്ച് സൗന്ദര്യം കൂടുമൊന്നുമില്ല. സൗന്ദര്യം കൂടുന്നൊന്നുമല്ല. ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല തണുപ്പാണ്. സാധാരണ ഞാനിപ്പോൾ ഇത് കണ്ടല്ലോ, രാത്രി ഞാൻ ഈ ജാക്കറ്റ് ഇട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിലേക്ക് കയറല്ലേ നമ്മൾ. തണുപ്പുകൊണ്ട് എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, ഞാനിത് പ്രതീക്ഷിച്ച് വന്നതായിരുന്നില്ല. അല്ലാതെ സൗന്ദര്യം നോക്കിയൊന്നുമല്ല. തൊട്ടപ്പുറത്ത് ഒരു സൗന്ദര്യ റാണി ഉണ്ടാകുമ്പം എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്ക് ബോധവാനാണ് കേട്ടോ. റമദാൻ കരീം. Royal Commission for Alula. Alula is a place of heritage for the world. Okay. 10th February 2019. ഇതിൽ സൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടാണ്. സൗദിയുടെ ഫ്ലാഗും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇവിടുന്ന് അലൂലയിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്കേവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റോക്ക് പീസിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. റോക്ക് പീസ് മാത്രമല്ല, ഒരു സിംബോളിക് ആയിക്കൊണ്ട് ഈ കല്ലുകൾ പൊടിച്ചിട്ടാണല്ലോ പലപ്പോഴും, അല്ലെങ്കിൽ സാൻഡിൽ നിന്നൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉണ്ടാക്കാറുള്ളത്. ആ ഗ്ലാസ് വെച്ചുകൊണ്ട് ഒരു മനോഹര ബിൽഡിംഗ്, അതിനുള്ളിൽ ആർട്ട് എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാഴ്ചകൾ, അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ മനോഹരമായിട്ടും ഇതിൻ്റേതായിട്ടുള്ള പുത്തൻ രൂപത്തിലുള്ള പഴയ കാലത്ത് 500ഉം 5,000ഉം വർഷമുള്ള, 500അല്ല 5,000ഉം 2,000ഉം ഒക്കെ വർഷമുള്ള കല്ലിൽ തീർത്ത കൊത്തുപണികളുടെ സൗന്ദര്യമാണ് നേരത്തെ കാണിച്ചിരുന്നത് എങ്കിൽ ഈ നമ്മൾ 21ാം നൂറ്റാണ്ടിലെ ആർട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു സൗന്ദര്യം മുഴുവൻ ഇതിലൂടെ കാണിച്ചുകൊണ്ടുള്ള കുറേ ചിത്രകലകളും മറ്റ് ആഭരണങ്ങളും വിളക്കും തെളിച്ചവും ഈ ചിത്രങ്ങളുമെല്ലാം ചേർത്തുകൊണ്ട് ഒരു പക്ഷേ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും, ഇത് അല്ലൂലയിൽ തന്നെയുള്ള നേരത്തെ നമ്മൾ മദായിൻ സാലിഹിലുള്ള ആ ഒരു പഴയ കെട്ടിടത്തിൻ്റെ വാതിലാണെങ്കിൽ ഇവിടെ ഓരോന്നും നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടിട്ടുള്ള ഓരോ വലിയ പാറകളിലും കൊത്തിവെച്ചിട്ടുള്ള
ചിത്രങ്ങളെല്ലാം തന്നെ ഒരു വലിയ പുസ്തക രൂപത്തിൽ നമുക്ക് മുന്നിൽ ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണ്. ഇതിലെ മരങ്ങൾ, പ്രകൃതി ഭംഗി, അതിനേക്കാൾ കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നുള്ളതിനേക്കാൾ കല്ലിനുമുണ്ടാം ഒരു സൗന്ദര്യം. ഇതാണ് നമ്മൾ കല്ലിലുള്ള ചിത്രകലകൾ ഇപ്പോഴും കാലം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത്. അതെ, അന്ന് കാലത്ത് ആളുകള് സൈൻ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ട്രാഫിക്കിലുള്ള സൈൻസ് ഇല്ലേ, അതെ, ഇവിടെ നിയറസ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്, കുട്ടികളുണ്ട്, സ്കൂളുണ്ട്, പള്ളികളുണ്ട്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന സൈനുകളാണ് കാണിക്കുമ്പോൾ അവർ ഒട്ടകം, അതുപോലെ തന്നെ ഇതെല്ലാം ഈ കല്ലുകളിൽ ഇവിടെ കൊത്തിവെച്ചതായിരുന്നു. അത് പിന്നീട് ആർക്കിയോളജിസ്റ്റുകൾ വന്നു, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, ഇന്ന് നമുക്ക് വേണ്ടി പകർത്തി തരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അന്നത്തെ ഭാഷകളിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നും നമുക്ക് വേണ്ടിയിട്ട്. ഷെമി കണ്ടോ, ഓസ്ട്രിച്ച് ആണ് ഇത് എന്നുള്ളത് കാണിച്ചിരുന്നു. ഇതിനു മുമ്പ് കല്ലുകളിൽ ഇത്തരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓസ്ട്രിച്ച് ആണ്. ഇവിടെ ഓസ്ട്രിച്ചുകൾ ഒരുപാട് കണ്ടോ, ഓസ്ട്രിച്ച് കണ്ടോ? ഓക്കെ, at every door is made a clay bench in Arab wise, where householders and passengers may sit friendly discoursing and drink tobacco. There is no filth cast in their streets. Dog may not enter the place, which is a well built and decent more than almost any Syrian village. ചാൾസ് ഡഗ്ലി പറഞ്ഞിട്ടുള്ളതാണ് ട്രാവൽസ് ഇൻ അറേബ്യ ഡെസേർട്ട 1888. Oh my god, ഒരു 150 years ബാക്ക് അല്ലുലയിൽ വന്നിട്ടുള്ള അദ്ദേഹം പറയാണ്, ഇവിടെയുള്ള അറബിക് വീടുകളുടെ എല്ലാം മുമ്പിൽ ഒരു ബെഞ്ചുണ്ടാകും, അവിടെ നമുക്ക് പാനീയമുണ്ടാകും കുടിക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും അന്ന് ടുബാക്കോ യൂസ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയാത്ത കാലഘട്ടമായിരുന്നു. ഒരിക്കലും വഴിയിൽ ഒരു മാലിന്യം പോലും ഉണ്ടാകില്ല. ചാൾസ് ഡഗ്ലി അന്ന് ഒരു 150 വർഷം മുമ്പ് പറയാണ്, പട്ടികൾ ആ വീടിന്റെ പരിസരത്തുണ്ടാകും, ഒരിക്കലും വീട്ടിനകത്തേക്ക് പ്രവേശിക്കില്ല, വീടുകളെല്ലാം മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇനി സിറിയൻ വില്ലേജ്, സിറിയയിലുള്ള ആളുകളൊക്കെ അന്ന് ഈ ഭാഗത്തല്ലേ ഷെമി നമ്മൾ പോയിരുന്നത്, സിറിയൻ വില്ലേജിൽ കാണുന്ന വീടുകളെക്കാൾ മനോഹരമായിട്ടുള്ള വീടുകളും ഇവിടെ അല്ലുലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചാൾസ് ഡഗ്ലി അന്ന് 150 years ബാക്ക് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചിത്രകലകളെല്ലാം തന്നെ ഇതെല്ലാം കല്ലിൽ കൊത്തിയതാണ്, പ്രകൃതിക്ക് ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു നാച്ചുറൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് forenoon when we arrived in Allula. We met the inhabitants, some of the best human beings, which made us very content and comfortable. Thus we resided in Allula with the brethren of purity and friends of sincerity. Muhammad Kibrit al-Madani. അദ്ദേഹത്തിൻ്റെ റിഹ്ല അഷ്ഷീത വ അസ്സൈഫ്, അതൊരു 500 years ബാക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇത്രയും നല്ല മനുഷ്യരെ കണ്ടപ്പം അത് ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയി തോന്നി, കംഫർട്ടബിൾ ആയി തോന്നി. അല്ലുലയിൽ തന്നെ താമസിച്ചു, സ്വന്തം സഹോദരങ്ങൾ. ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ഒരു സ്വഭാവത്തിന്, ജനങ്ങളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും. എക്സാക്ട്ലി, അതാണ് ഇന്നിപ്പോ പറയാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് ഞങ്ങള് ഇഫ്താർ കഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ തന്നെ ഒരു സൗദി സിറ്റിസന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. മിസ്റ്റർ അബു മുഹമ്മദ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇൻ ദ ലുയൂഫ് യു ആർ ദ ഗസ്റ്റ്, സോ ഈ ഹൗസ് ബിലോങ്സ് ടു യു, യു ക്യാൻ സ്റ്റേ ഹിയർ. ഇന്ന് ഇഫ്താറിന് മാത്രമല്ല സുഹൂറിനും അവിടെ തന്നെയാണ്, അത് കഴിഞ്ഞ് നാളെയും ആ വീട്ടിൽ താമസിക്കണമെന്ന് അദ്ദേഹം പറയുകയും പുരുഷന്മാരായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം ആ ഹാളിൽ വന്നിരുന്നു. ഷെമിയെ കുറച്ചുകൂടി മുകൾ നിലയിലേക്ക് കൊണ്ടുപോയിട്ട് ആ വീട്ടമ്മയോടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഇരുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഇന്നിപ്പം എനിക്ക് അറബി അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, പക്ഷെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ലി ആയി ഒരുപാട് സംസാരിച്ചു. ഭാഷ വേണ്ടതില്ല നമ്മുടെ ആതിഥേയത്തിനും, അതുപോലെ നമ്മൾ തമ്മിലുള്ള ആ ഒരു സംസ്കാരത്തിനും ഭാഷ ആവശ്യമേ ഇല്ല. അതെ അതെ അതെ, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെ അല്ലൂലയിൽ വന്ന സമയത്ത് അവരുടെ ഒരു ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് അവര് വെൻ ഐ കെയിം ടു അല്ലൂല ഐ മെറ്റ് ദം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഓരോ കഥകളിലും ഓരോ താളുകളിലും ചരിത്രവും സ്നേഹവും ഹെറിറ്റേജും എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മനോഹര നഗരം അല്ലുല. അവിടുത്തെ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്,
അൽ മറായ. അല്ലൂലയിൽ വരുന്ന സമയത്ത് ഇവിടെ ബലദ ഖദീമ, ഓൾഡ് സിറ്റി എന്ന് പറയും, ഏൻഷ്യൻ സിറ്റി എന്നൊക്കെ പറയുന്ന അതിലേക്കുള്ള പ്രവേശന കവാടാണത്. ഇവിടുത്തെ ഈ പഴയ സിറ്റിയിൽ 5000-10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ ചില അടയാളങ്ങൾ ഈ ഒരു സിറ്റിയിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈദ് എൻഡ്, റമദാൻ എൻഡ്, ഈദ് ഡേയ്സിലൊക്കെ വരുന്നതുകൊണ്ടുകൂടി ഒരുപക്ഷെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണോ എന്നും സംശയമുണ്ട്. എന്നാലും ഒരു കളർഫുൾ ഫെസ്റ്റിവൽ മൂഡാണ് ഏത് സമയം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും. ഈ ഭാഗങ്ങളിലെല്ലാം നോക്കുന്ന സമയത്ത് ഇതിപ്പം അലൂല പബ്ലിക് ലൈബ്രറിയാണ്. ബാക്കി ഫെസിലിറ്റീസ് ഉണ്ട്, ബാക്കി നമുക്ക് ചോദിച്ചതിന് ശേഷം പറയാം. ഇവിടെ ഞാൻ വന്ന സമയത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പം ഈ അറബിക് ഫാമിലീസിൽ ഈ കോഫി കൾച്ചർ നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മിക്ക ഫാമിലീസും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ, എനിക്ക് തോന്നുന്നത് ലേഡീസാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. കോഫി ഷോപ്പുകളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർബക്സിലൊക്കെ ഉള്ള പോലെ ഇരുന്നിരുന്ന ആ US-ലൊക്കെ ഉള്ള ഒരു കോഫി കൾച്ചറിൻ്റെ ഒരു രൂപമുണ്ടല്ലോ, അതേ രൂപത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അവർക്ക് വൈകിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് റമദാൻ ടൈമിൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ പറയുന്ന സമയത്തും ഈ റൈറ്റ് സൈഡിലേക്ക് എനിക്കറിയില്ല രാത്രി നിങ്ങൾക്ക് എത്രത്തോളം ഈ വിഷ്വൽസ് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇതൊക്കെ റമദാൻ ആയതുകൊണ്ടുള്ള ഒരു ലൈറ്റൊക്കെയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ആ കൂറ്റൻ പാറയും, പിന്നെ എനിക്കറിയില്ല ആകാശത്തിന് ഇവിടെ ഉയരം കുറവാണോ എന്ന് നമുക്കൊരു സംശയം തോന്നും. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓൾഡ് ടൗൺ, അറബിക്കിൽ എഴുതിയിട്ടുള്ളത് അൽ ബലദ അൽ ഖദീമ, അലുല ഓൾഡ് ടൗൺ, സൗദി അറേബ്യ. ഇത് ബെസ്റ്റ് ടൂറിസം വില്ലേജസ്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ യുനെസ്കോയുടെ വേൾഡ് ടൂറിസം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ബൈ UNWTO. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ആദ്യമായിക്കൊണ്ട് തന്നെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇവിടെ രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിസിറ്റർ സെൻറ്റർ, ഹോസ്പിറ്റാലിറ്റി, അവിടെയാണ് ഇതിൻ്റെ ഒരു വിസിറ്റർ സെൻറ്റർ തുടങ്ങുന്നുണ്ടത്. പ്രത്യേകിച്ച് റമദാൻ എൻഡും ഈദ് ഡേയ്സൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ ജ്വല്ലറീസും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിന് തന്നെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് സാൻഡ്സ് കളക്ഷൻസ്, ഇൻസ്പയർഡ് ബൈ ദ ചാമിങ് മൂവ്മെൻറ്റ് ഓഫ് ദ സാൻഡ് ഇൻ ദ സൗദി അറേബ്യസ് ഡെസേർട്ട്. ഓ, ഇവിടുത്തെ ഡെസേർട്ടിൻ്റെ സാൻഡ് മൂവ്മെൻറ്റിന് അനുസരിച്ച് കൊണ്ടിട്ടുള്ള ഓർണമെന്റ്സ് കളക്ഷൻസ് ഉണ്ട്. മൊറിംഗ കളക്ഷൻസ്. വാവ്, ദ കളക്ഷൻ വാസ് ഇൻസ്പയർഡ് ബൈ ദ ലീവ്സ് ഓഫ്, നമ്മളുടെ മുരിങ്ങ ഇല്ലേ, ഇതൊന്ന് പ്രത്യേകിച്ച് അടുത്തേക്ക് വന്നോളൂ കേട്ടോ. നമ്മളുടെ മുരിങ്ങ ഇലയുടെ ആ ലീവ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടുള്ള, മുരിങ്ങ ട്രീസ് ആൻ ഇമ്പോർട്ടൻറ്റ് സിംബൽ ഇൻ അല്ലൂൽ ആസ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ഷൻ ബൈ ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ലീവ്സ് ആൻഡ് ഇറ്റ്സ് മെനി ബെനിഫിറ്റ്സ്. മുരിങ്ങ ഇലയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടും, അതുപോലെ തന്നെ ഇവിടെ മണൽക്കാറ്റുകളുടെ മൂവ്മെന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടും, പിന്നെ അലൂല കളക്ഷൻസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്രീ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ഷേപ്സ് ഓഫ് ദി നാച്ചുറൽ സ്റ്റോൺസ്. ഇവിടുത്തെ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഷേപ്പിൽ അങ്ങനെയൊക്കെയുള്ള വളരെ പിയർലെസ് ആയിട്ടുള്ള ജ്വല്ലറി ഷോപ്പ് എല്ലാം തന്നെ ഒരു പഴയ വില്ലേജ് എങ്ങനെയാണോ അത് മുഴുവൻ പുതിയ അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് വെച്ച് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഗൊസൈൻ അൽവേൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ദെൻ ഹെറിറ്റേജ് ആൻഡ് ആർട്ട് ഏരിയ ഉണ്ട്. ഹായ്, ഐ ആം ജസ്റ്റ് ടേക്കിംഗ് സം വീഡിയോസ് ഹിയർ. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്? ഓ, സൗദി സീൻസ് ഇവിടെ ഉള്ളതിൽ, ഇത് ഞാൻ റിയാദിൽ കണ്ടതാണ്. എനിക്ക് റിയാദിൽ കണ്ടിട്ടുള്ള 1-2 ബിൽഡിങ്സൊക്കെ എനിക്കറിയാം. ബാക്കി ഇവിടെയുള്ള ഇത്രയും റിങ്കിൾസ് ഉള്ള ഒരു അപ്പൂപ്പൻ്റെ കണ്ണുകളിലൂടെയുള്ള സൗദി. പിന്നെ ഈ ലൈറ്റ്സ് എനിക്കറിയില്ല എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം. എന്നാൽ പോലും ഇരുന്നു കൊണ്ടും നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. എന്നാൽ പോലും സംസാരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത എനർജിയാണ്. ഇവിടെയാണെങ്കിൽ കോഫി ഷോപ്പുണ്ട്, വില്ല ഫെറോസ്. പിന്നെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലബ്ബ് ഇവിടെയുണ്ട്. പിന്നെ DD, ദേ ഹാവ് ഡങ്കൻ ഡോണറ്റ്സ് ഹിയർ, അത് വാങ്ങാം. ഹായ് ഹായ്. പിന്നീട് ഹിക്കായ ഹർഫ, എനിക്കറിയില്ല കേട്ടോ, പല കാര്യങ്ങളും എനിക്ക് എന്താണെന്നറിയില്ല. ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ. യു ഹാവ് എ ഫോട്ടോഗ്രാഫി? ഇറ്റ്സ് ഓക്കെ ഇഫ് ഐ ടേക്ക് എ ഫോട്ടോ? താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. ഇവ, ഡു യു മൈൻഡ് ഇഫ്
സ്ലീപ്പിയാണ്. Can take one എന്നാൽ photo പോലും of mine from- ഞാൻ ഇവയും ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ കൂടി എടുക്കുകയാണ്. താങ്ക് യു. അങ്ങനെ അല്ലൂല ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഉണ്ട് ഇവിടെയും. ഹായ്, താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? Yeah, I do vlogging, Instagram and TikTok. What's it's in Instagram. If you search RJ Fazlu, I'll show you. Concierge? Yeah, it's okay. What's your name? Mazen. Mazen. You got beautiful. For you. You got beautiful name, Mazen. Yeah, thank you. Yeah, that's me. Nice. All right. Right. Do you mind if I take a selfie? Yeah. Okay, Viva. We'll post in our Instagram stories. Okay, come here. Come here, with some lights. You want to take a selfie? Yes. Okay. Thank you so much. Okay, take care. Inshallah. Assalamu alaikum. അങ്ങനെ എനിക്ക് ഐ ഗോട്ട് വൺ ന്യൂ ഫോളോവർ ത്രൂ മാസിൻ. താങ്ക് യു മാസിൻ. പിന്നെ ഇവിടുത്തെ അറബിക് സ്പൈസസ് എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഉണ്ട്. ഞാനതൊന്നും തൊടുന്നില്ല, ഇവിടെ ഷോപ്പിൽ ആരും കാണാത്തത് കൊണ്ട്. യാ, ക്യൂമിൻ റൈറ്റ്. താങ്ക് യു. ആൻഡ് ദിസ് വൺ ginger powder. A minute. Good one. And okay, so cinnamon, ginger, cumin, and paprika. Okay, you can say in Arabic. That's okay. In Arabic, helba. Okay, I'll search in YouTube, Google what is helba. Oh, what is this? It's okay in Arabic only. It's only in Arabic only. It's okay. No English. It's okay. Say in Arabic. Just طيب. Tuyib. Yes. Okay. Cooking. Oh, to make it more tastier, you add this one. All right. And this one? This kurkum. Okay. Kurkum. Yeah. Thank you. Sorry if I trouble you. Okay. All right. Yeah. And yeah, I know this one. Yeah. Wow. Okay. This sidr. Sidr. Yeah. And here, Mystica. Onion. if you want anything and everything, the Arabic spice, come to Alula. Come to the shop number. What is the shop number? Yeah. Samania, Sabah, Samania. Right? Yes. Thank you. Hoish. Okay. Al-Dakhil lil-Oud. Okay. Oh, Oudinu വേണ്ടിയിട്ടുള്ള ഷോപ്പാണിത്. ഹായ്. ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് തന്നെ ഈ ഉഴുതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാനത് ഈ ഒരു നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് മാത്രം ഈ ഡോറുകൾക്കുള്ളിൽ പോലും ഇന്ത്യതായിട്ടുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ഉഴുതുകളുണ്ട്. ഉഴുത് വാങ്ങണമെന്നുണ്ടെങ്കിലും യു ക്യാൻ കം ടു ദ അൽ ദഖീൽ ഷോപ്പ് 8331. താങ്ക് യു. തമൂർ അൽ ഉല. തമൂർ അൽ ഉലയിൽ എനിക്ക് തോന്നുന്നു ഡേറ്റ്സിൻ്റെ പല വ്യത്യസ്ത കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകളിലേക്ക് പോകാനുള്ള വഴിയും ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല മുകളിലേക്ക് നമുക്കിപ്പം നടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നുള്ളത്. മാഷാ അല്ലാ, ഈ കാഴ്ചകളെല്ലാം എങ്ങനെ നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കാനാകും? അത്രമാത്രം ഭംഗിയുള്ള. ഇവിടെ നിന്ന് അങ്ങ് നോക്കുന്ന സമയത്തും ഒരു വശത്ത് വലിയ പാറക്കൂട്ടങ്ങൾ, അതിന് തൊട്ട് ചേർന്ന് നക്ഷത്രങ്ങൾ, താഴെ നോക്കുമ്പോൾ നിറയെ റമദാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ ലാൻറ്റേൺസിൽ നിന്നുള്ള വെളിച്ചം. അതിൻ്റെ ആ ഭംഗി. കാഴ്ചകളുടെ വസന്തം ഇവിടെ അവസാനിക്കുന്നില്ല. അല്ലൂലയിൽ വന്ന സമയത്ത് രാത്രിയിലെ തണുപ്പിൽ ഈ പാറക്കൂട്ടങ്ങൾക്ക്
താഴെ നിന്നുകൊണ്ട് ഇവിടുത്തെ സൗന്ദര്യങ്ങളും രാത്രി സൗന്ദര്യവും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ അല്ലൂലയിലാണ് ഞാൻ വന്നതിൽ ഏറ്റവും നല്ല ആളുകളെ കണ്ടതെന്നുള്ള പല എഴുത്തുകാരും ചിന്തകരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഓൾഡ് സിറ്റി അൽ ബലദ അൽ ഖദീമ, അവിടെ രാത്രിയിൽ കുറേ നല്ല മനുഷ്യരെ കണ്ട് നല്ല സുഗന്ധങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നല്ല മനസ്സിൽ നിറയെ നല്ല ചിന്തകളുമായിക്കൊണ്ട് ഇന്നത്തേക്ക് വിടാം. ബൈ.